എല്ലാവർക്കും PSC ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2023 നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ. നമുക്ക് തുടങ്ങാവേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. നെപ്പോളിയൻ്റെ പതനത്തിനിടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818 എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്. 1815 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ലൂയി 14. താഴെ പറയുന്നതിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്ന് എഴുതുക. ഓപ്ഷൻ എ ആണ് തെറ്റ്. ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം ശരി. അടുത്ത ക്വസ്റ്റ്യന്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത്? അഖിലത്തിരുട്ട്. ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്? ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം? ഭൂകമ്പ നാഭി. വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? എല്ലാ ഘട്ടത്തിലും. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ദൃഢമായ ധാതു? ഡയമണ്ട്. ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ? കേപ്പനാട്ടോ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? ഇടുക്കി. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്? ഗ്രീൻഫീൽഡ്. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴം പച്ചക്കറികളുടെ ഉൽപ്പാദനം. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി? റാബി ആട്ടോ. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിയാണ് റാബി. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം? സിഡ്കോ. നീതി ആയോഗിൻ്റെ ആസ്ഥാനം? തിരുവനന്തപുരം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക, വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പയറുവർഗ ദിനം? ഫെബ്രുവരി 10. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഫ്രഞ്ച്. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഫ്രഞ്ച്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. മാൻഡമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം? കൽപ്പന. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 51A. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടാത്തത് ഏത്? അറ്റോർണി ജനറൽ ആട്ടോ കേന്ദ്ര എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെട്ടതായിരിക്കുക? പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിസഭ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? യൂണിയൻ ലിസ്റ്റ്. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റ്. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? ഭരണഘടനയിൽ നിന്ന്. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് ഭരണഘടനയിൽ നിന്ന്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? മെഡിസെപ്പ്. സ്പെക്ട്രം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടിസം ബാധിച്ച കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി? ജോസഫ് മുണ്ടശ്ശേരി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാര്? നരേന്ദ്രമോദി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ? മുഖ്യമന്ത്രി. ചെറുകുടലിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാക്കുന്നത്? വില്ലേ. തലച്ചോറിൻ്റെ ഏതു ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുല. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ധാതു ഏത്? കാൽസ്യം. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗം? ഗൗട്ട്. ICDSൻ്റെ പൂർണ്ണരൂപം? ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ICDSൻ്റെ പൂർണ്ണരൂപം ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. എലിസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ്? എയ്ഡ്സ്. പോൾ വാൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടൻ്റെ നിയമം ഏതാണ്? രണ്ടാം ചലന നിയമം.
കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് 2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസാണ്? 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിൻ്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപ ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഇതിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്. അടുത്ത ക്വസ്റ്റിനെ 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? EOS 06. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഷെൽ നമ്പർ ആട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകസങ്കരമായ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകമേത്? ക്രോമിയം ആണ്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ലീച്ചിങ്. ഉയിരിൻ കൊലക്കൂട് കാകാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവാര്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ഓപ്ഷൻ സി ആട്ടോ ആൻസർ. പാവക്കുട്ടി ഗ്രേസി, എൻ്റെ വഴിയമ്പലങ്ങൾ, SK പൊറ്റക്കാട്. അതാട്ടോ ശരിയായിട്ടുള്ള ആൻസറെ. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആത്മകഥയാട്ടോ. തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചനയല്ലാത്തതേത്? ദി ക്രിയേഷൻ ഓഫ് ആദം ആണ് അദ്ദേഹത്തിൻ്റെ രചനയല്ലാത്തത്. 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? നൃത്തം ചെയ്യുന്ന കുടകൾ. Whose red car is dash over there? Whose red car is that over there? The punishment for a dash crime is usually harsher than an unplanned crime. അതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ്, പ്രീമെഡിറ്റേറ്റീവ്. The professor along with his students dash attending the seminar. അതിൻ്റെ ആൻസർ ഏതാ? ഈസ് ആട്ടോ. The professor along with his students is attending the seminar. No one can live without hope. Change this assertive sentence into an interrogative form. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Can anyone live without hope? Which of the following words cannot use the suffix word? Member ആട്ടോ ആൻസർ. One who has little faith in human goodness and sincerity is a cynic. Answer option A ആണ്, a cynic. The expression sit on the fence means to remain neutral. The expression sit on the fence means to remain neutral. Are you interested in acting? Meena asked me. Change the above sentence into indirect speech. Option C ആണ് ആൻസർ. Meena asked me if I was interested in acting. Fill in with the correct tense form of the verb go. Did he just dash out? No, he dashed out 10 minutes ago. Option D ആണ് ആൻസർ. Did he just go out? No, he went out 10 minutes ago. I will have to dash a lot of effort to complete the work on time. Option A ആണ് ആൻസർ. Put in. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ സി ആണ്, നരാതക്രിയ. ഭിക്ഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഭിക്ഷുകി. താഴെ പറയുന്നതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമേത്? ഗജാശ്വങ്ങൾ. ഋഷിയെ സംബന്ധിച്ച് എന്നതിൻ്റെ ഒറ്റപ്പദം ആർഷം. വിയോഗം എന്ന വാക്കിൻ്റെ വിപരീതം സംയോഗം. കാടിയായാലും മൂടിക്കുടിക്കണം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഇല്ലായ്മ, മറ്റുള്ളവരെ അറിയിക്കരുത്. താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായമേത്? ഗഗം. താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത്? ദ്രോണർ. പരിഭാഷപ്പെടുത്തുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. വാക്യം താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തി എഴുതുക.
ഇതാണ് വാക്യം. പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. ഓപ്ഷൻ ബി ആണ് ആൻസറെ. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. 80 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.